കളിക്കാതെ സിസിലി ആ തോർത്തിങ്ങെടുത്തേ. ആ ഇപ്പൊ തരാവേ. വെള്ളം മുഴുവൻ കുടിച്ചോണേ. വല്യമ്മച്ചി, ചാച്ചൻ നേരത്തെ പട്ടാളക്കാരനായിരുന്നോ? ആ ചോദ്യരെ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴേ പട്ടാളക്കാരനാവാൻ പോവാന്നാ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. നീ അങ്ങനെയൊന്നും കളിയാക്കണ്ടാടി. അവന്റെ അപ്പന്റെ നിർബന്ധം കൊണ്ടാ. അല്ല എന്റെ ഈ മോനുണ്ടല്ലോ ഇന്ന് ലെഫ്റ്റനന്റ് കേണലായിട്ടിരിക്കേണ്ട ആളാ. ലെഫ്റ്റനന്റ് കേണൽ. ചാച്ച 2-3 പ്രാവശ്യം സോപ്പും തേച്ചോണ്ട് നിക്കല്ലേ. കഴിക്കേ. എനിക്ക് ദോശ ഇഷ്ടമല്ല. ദോശ ഇഷ്ടമല്ല എന്നടാ അമ്മച്ചിക്ക് എപ്പോഴും ഈ ദോശയുള്ളൂ. കഴിക്കേ. ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊന്നും കണി കാണാൻ കിട്ടുകയില്ല. 8-10 മക്കളെ ഒരു വീട്ടില് ഇതുപോലെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും ആരും മെനക്കെടുകയില്ല. പറഞ്ഞു നിൽക്കണമെങ്കിൽ ചാച്ചാ മണ്ണും ചാണകം എന്റെ യൂണിഫോമിൽ പറ്റിക്കലേ. എന്നും മണ്ണും പറ്റിച്ചോണ്ട് ചെന്നിട്ട് പിള്ളേരെ കളിയാക്കുക. ഇരട്ട പേരുണ്ട് എനിക്ക്, അറിയാവോ ചാച്ചന്? ഫാർമർ എന്നാ. ആരും കുഞ്ഞുമോളെ കളിയാക്കണ്ട. ഫാർമർ എന്ന് പറഞ്ഞ കർഷകനാ. എനിക്കറിയാം. പോലെ പോലെ ഈ മുട്ടയും കൂടി കടയിലേക്ക് വെച്ചേക്ക്. ജോസൂട്ടി ഇതിന്റെങ്കിലും പൈസ ഇന്ന് വൈകുന്നേരം തന്നേക്കണേ. ശരി. മുട്ട പൊട്ടിച്ചില്ലേ നിനക്ക് തരും. അമ്മച്ചിയുടെ തലേ കോഴിയുടെ പപ്പ്. അതെങ്ങനെ? നിന്റെ അമ്മ കോഴിക്കോട്ടിലും പശുക്കൂട്ടിലല്ലേ ജീവിക്കുന്നേ? പോയി കുറച്ച് റെസ്റ്റ് എടുക്കണി. ചാച്ചാ ചേട്ടായോടൊന്നും ഉണ്ടായിക്കാൻ പറ്റും. എപ്പോഴും എന്നെ കളിയാക്കി. അതെ ചാച്ചാ, എന്നെയും കളിയാക്കും. ചാച്ചാ ചീപ്പ് ചാടിക്കാതെ മുട്ട കൂട്ടും. ഓ ശരി മാഡം. ചാച്ചാ നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് താറെടുത്താലോ? വല്ല പിക്കപ്പോ ലോറി എടുക്കാൻ പറ കുഞ്ഞുവനെ. അതൊക്കെ ചാച്ചന് ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചന് പട്ടാളക്കാരുടെ ജിപ്സിയാ ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീനെ മുട്ട പൊട്ടിച്ചേക്കല്ലേ, അമ്മച്ചിയുടെ നല്ല അടി വാങ്ങിക്കും. എന്റെ കയ്യിൽ നിന്നൊന്നും പൊട്ടയില്ല. ആ ചാച്ചാ ഈ വെള്ളിയാഴ്ച കുഞ്ഞുമോന് ടൂറാണേ. ഇത്തവണ എങ്ങോട്ടാ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി 3 ദിവസാ ചാച്ചാ. കഴിഞ്ഞ കൊല്ലവും അങ്ങോട്ടാ പോയത്. ഈടാ ഇവന്മാർക്ക് ഈ സ്ഥലങ്ങൾ മാത്രം അറിയത്തുള്ളൂ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? ലാസ്റ്റ് മറക്കല്ലേ. എടാ ചാച്ച മറക്കോടി. ഇറങ്ങിക്കോ. മുട്ട പൊട്ടിച്ചേക്കല്ലോ. ശരി ഫാർമർ. പേര് എനിക്കും വീഴും. ബൈ. ഹലോ. എടാ മാത്യു ചേട്ടൻ പഴയ ഹവിൽദാറാ. ആർമി, ഇന്ത്യൻ ആർമി.